ഞാനൊരിക്കലും സ്വപ്നം കാണാത്തിടത്തേക്കാട്ടോ ഇന്നത്തെ എൻ്റെ യാത്ര. ഇത് ഞാൻ പോണതേ ആനീസ് കിച്ചണിന് ശേഷം ഞാൻ കോമഡി മാസ്റ്റേഴ്സിലേക്ക് ഗസ്റ്റായിട്ടാണ്. ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഒരിക്കലും സ്വപ്നം കണ്ടിട്ട് പോലുമില്ല. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതൊക്കെ ഒരു വണ്ടറടിച്ച പോലെയാണ്. അപ്പോൾ എനിക്ക് യാത്രയൊന്നും ചെയ്ത് ശീലവുമില്ല. അങ്ങനെ ഞാൻ യാത്രയൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഈ അവസരം തന്ന ആളെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇതാണ് വിഷ്ണു അശോക്, നമ്മുടെ ആനീസ് കിച്ചൻ്റെയും കോമഡി മാസ്റ്റേഴ്സിൻ്റെയൊക്കെ ഡയറക്ടറാണ്. അതിനൊക്കെ സെലക്ഷൻ ചെയ്തതും ഇവരാണ്. അപ്പോൾ ഇവരോട് പ്രത്യേക താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ മൂപ്പരെ പരിചയപ്പെട്ടല്ലോ. അങ്ങനെ ഞാൻ ട്രെയിനിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കാപ്പിയൊക്കെ കുടിച്ചു. ഭയങ്കര മോശം കാപ്പിയായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, ഒരു കടുപ്പല്ല, ടേസ്റ്റില്ല. അപ്പം അങ്ങനെ 2 ഗ്ലാസ് കുടിക്കേണ്ടി വന്നു. എൻ്റെ ഗ്ലാസ് കാപ്പി വേണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതും കുടിച്ചങ്ങനെ ഇരുന്നു. അങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടു. നന്നായിട്ട് വെള്ളം വരുന്ന സമയമാട്ടോ. ഞാൻ പോയത് ജൂൺ 27-നാണ്. അങ്ങനെ ആ ഒരു ഇതൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ യാത്ര ആസ്വദിച്ച് അങ്ങനെ പോയി. ഞങ്ങൾ മാത്രമല്ല പോയത് കേട്ടോ, റഷീദത്തെ ഹുദയുണ്ട്, അവർ അപ്പുറത്തെ സീറ്റിലുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ നല്ല റിലാക്സായിട്ട് യാത്ര ചെയ്യാൻ പറ്റി. നമ്മുടെ ജനശതാബ്ദിയിൽ AC കമ്പാർട്ട്മെൻറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ യാത്ര നല്ല സുഖകരമായി പോയി. അപ്പോൾ അവർ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഞാനിവിടെ അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കലും കാര്യങ്ങളും സ്ഥലങ്ങളൊക്കെ കണ്ടങ്ങനെ ആസ്വദിച്ച് പോയി. സത്യം പറഞ്ഞാൽ ഞാൻ ട്രെയിനിൽ ആദ്യമായിട്ടായിരിക്കും കയറണത്. ആദ്യമായിട്ടെന്ന് പറഞ്ഞാൽ കുഞ്ഞുനാളിൽ എപ്പോഴോ കണ്ണൂർ പോയൊരു ഓർമ്മയുണ്ട്. അങ്ങനെ നമ്മൾ എറണാകുളം നോർത്തിലെത്തി. ഇനി ഞാൻ ട്രെയിനൊക്കെ ഇറങ്ങി ഭയങ്കര ഹാപ്പിയായി. ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ അൽഹംദുലില്ലാഹ് നമ്മളവിടെ എത്തി. അങ്ങനെ ഇറങ്ങണം. നമുക്കിനി മെട്രോയിൽ കയറിയിട്ട് വൈറ്റിൽ ഇറങ്ങണം. പക്ഷെ അതിന് മുമ്പായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അതും കൂടി കഴിഞ്ഞിട്ട് വേണം പോവാൻ. ഞങ്ങളോട് 12 മണിക്കാണ് അവിടെ എത്താൻ പറഞ്ഞത് കേട്ടോ, അമൃത സ്റ്റുഡിയോയിൽ. അപ്പം ഞാൻ അങ്ങനെ സെൽഫിയൊക്കെ എടുത്ത് നമ്മളെ റഷീദത്താണ്ട് കൂടെ, ഹുദ ഉണ്ട്, എൻ്റെ ഒക്കെ ഉണ്ട് കൂടെ. ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് ആ ജേർണി ആസ്വദിച്ചു. അങ്ങനെ അവിടെ എത്തിയതിന് ശേഷം ഞങ്ങൾ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയി നല്ല ചൂട് മസാല ദോശയും ചായയൊക്കെ കഴിച്ചു. അതിൻ്റെ കൂടെ ഒരു വടയും കൂടി ഉണ്ടായിരുന്നു. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒരു പ്ലാറ്റ്ഫോമൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ സത്യം എനിക്കതൊരു ഭയങ്കരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അതൊക്കെ നമുക്ക് കാണാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര സന്തോഷം. അത് ആനീസ് കിച്ചണിലാണല്ലോ അങ്ങനെ തന്നെ. നമ്മൾ ഇതുപോലെ റിയാലിറ്റി ഷോ ഒന്നും കാര്യമൊന്നും കണ്ടിട്ട് പോലുമില്ല. പക്ഷെ അതിൽ പങ്കെടുക്കാൻ പറ്റി, വിൻ ചെയ്യാൻ പറ്റി, അതിലും സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ ഇവിടുന്ന് നല്ലൊരു ചായയും മസാല ദോശയും ഒക്കെ കഴിച്ച് വീണ്ടും യാത്ര തുടങ്ങി. ഇവിടെ നിന്ന് കുറച്ച് സമയമാണ് നടന്നാൽ നമുക്ക് മെട്രോയിൽ എത്താൻ പറ്റും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭയങ്കരമായിട്ട് വ്ലോഗ് എടുത്തുകൊണ്ട് പോവുകയാണ്. അവർ നമ്മളെ മുന്നിൽ തന്നെയുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ പിന്നെ വേറെ കാര്യമുണ്ട്. നമ്മൾ ഫ്ലോറിൽ കയറുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പലഹാരങ്ങളോ ഭക്ഷണ സാധനങ്ങളോ എന്തെങ്കിലുമൊക്കെ വേണമെന്നല്ല ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഇത് കുക്കിംഗ് ആയിട്ടുള്ള ടീമല്ലേ പോണത്. അപ്പം അങ്ങനെ ഞങ്ങളെ കയ്യിൽ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ, നമ്മളെ ഫ്ലോറിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ഫുഡ്. അപ്പോൾ എന്തായാലും എപ്പിസോഡ് വരുമ്പോൾ എല്ലാവരും കാണണം. ഞങ്ങൾ അതിന് വെയിറ്റിംഗ് ആണ്. അങ്ങനെ ഞങ്ങൾ മെട്രോയിലേക്ക് പോവാണ്. മക്കളില്ലാത്തതുകൊണ്ട് തന്നെ ചെറിയ സങ്കടമുണ്ട്. പക്ഷേ അവരെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടും ആവും. ഒരു ഷൂട്ടിങ്ങിന് വേണ്ടി മാത്രം പോകും. അവർക്ക് വേണ്ടത് അവിടെ കറങ്ങി കാണുക എന്നുള്ളതായിരിക്കും. പക്ഷേ അതൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ മക്കളെ കൂട്ടിയില്ല. ഹുദ ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല ധൈര്യമുണ്ട്. അവൾക്ക് എല്ലാ സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയാം. അപ്പം നമുക്ക് നല്ല ഹെൽപ്പാണ് കേട്ടോ അവൾ. സ്പെഷ്യൽ താങ്ക്സ് അവളോടും പറയാനുണ്ട്. അങ്ങനെ മെട്രോയിലും കയറി യാത്ര തുടങ്ങി. ഞാൻ അതിന് മുമ്പേ കയറിയിട്ടുണ്ട് മെട്രോയിൽ. കഴിഞ്ഞ പ്രാവശ്യം എറണാകുളം പോയപ്പോൾ. അങ്ങനെ മെട്രോയിൽ ഇവിടെ വൈറ്റിൽ ഇറങ്ങാറായി. നമ്മളങ്ങനെ സംസാരിച്ചുകൊണ്ട് പോയി. നമ്മൾക്കിനി അമൃത സ്റ്റുഡിയോയിലേക്ക് പോകണം. അവിടെ നിന്ന് ടാക്സിയോ ഒക്കെ വിളിച്ചിട്ട് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങണം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് സത്യം പറഞ്ഞാൽ. ഇങ്ങനെയൊക്കെ ഒരു ഫ്ലോറൊക്കെ കിട്ടുമ്പോൾ നമുക്ക് പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ എത്തിപ്പെടുമോ എന്നുള്ള സംശയം ആദ്യം മുതലേ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ എത്തി എന്നാണ് സത്യം.
അങ്ങനെ ആ ഒരു ഷൂട്ടിങ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ ആ ദിവസം തന്നെ. അങ്ങനെ മെട്രോയിലും കയറി നമ്മൾ അവിടെ വൈറ്റില സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അമൃത സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ആ വലിയൊരു അമൃതയുടെ ആ വലിയൊരു എംബ്ലം കാര്യങ്ങളൊക്കെ കണ്ടോ. അങ്ങനെ വലിയൊരു സ്റ്റുഡിയോ. ഇതൊക്കെ ആദ്യത്തെ എക്സ്പീരിയൻസാണ്. അപ്പം ഒന്നും പാഴാക്കിയില്ല, എല്ലാം വീഡിയോ എടുത്തു. നമ്മുടെ മാതാ അമൃതാനന്ദമയി അമ്മയുടെ വീഡിയോ ഫോട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ വീഡിയോ എടുത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടു കേട്ടോ. നമ്മുടെ സീരിയലും സിനിമയിലും ഒക്കെയുള്ള ആൾക്കാരെ, അതുപോലെ കോമഡി മാസ്റ്റേഴ്സിലെ എല്ലാവരെയും ഒരുപാട് ആക്ടേഴ്സിനെ കണ്ടു. ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞാൻ വീഡിയോയും വ്ലോഗൊക്കെ എടുത്തുകൊണ്ട് പോകുന്നപ്പോഴാണ് നോബിച്ചേട്ടനെ പ്രതീക്ഷിക്കാതെ കണ്ടത് കേട്ടോ. സത്യം രണ്ടു വർത്താനം പറയാൻ അടിപൊളി യൂട്യൂബർ കാണണം. കോമഡി മാസ്റ്റേഴ്സിൽ പരിപാടി പങ്കെടുക്കാം. ഒളിക്കോ അപ്പൊ പിന്നെ നമ്മൾ ആനീസ് കിച്ചണിൽ ആദ്യമായി കണ്ടവരുണ്ട്, ആദ്യം മുതലേ പരിചയമുള്ളവരുണ്ട്, അവരൊക്കെ കണ്ടു. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. അവിടുന്ന് നല്ല ചോറും കറികളും മീൻകറിയും സാമ്പാറും ഉപ്പേരി അങ്ങനെയായിട്ട് കുറേ സാധനങ്ങളൊക്കെ കിട്ടി. പിന്നെ നമ്മളെ സ്റ്റുഡിയോയിലൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫുഡൊക്കെ എങ്ങനെ കിട്ടും എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു കേട്ടോ. എന്താ വെച്ചാൽ ആനീസ് കിച്ചണിൽ അതുപോലെ നമുക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്തിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ മേക്കപ്പ് റൂമിലേക്ക് അങ്ങ് പോയി. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അതിനുശേഷം നമ്മൾ മേക്കപ്പിന് പോയിട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് സെറ്റായി വന്നതിന് ശേഷം ഇനി നമുക്ക് ആ ഫ്ലോറിലേക്ക് പോകണം. പക്ഷേ അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അതിന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും നിങ്ങൾക്ക് കാണാം. സ്ലൈക്കാനും ഫർസൂനും സൈഫുനീസിയും നസീമത്ത, നതീറത്ത, ജസിത്ത, പിന്നെ നസീമ ചേച്ചി, തായറത്ത. അപ്പോൾ ഇവരെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുമ്പ് വീഡിയോയിൽ. അപ്പോൾ ഇവരെയൊക്കെ വീണ്ടും ഒരു വട്ടം കൂടി കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അങ്ങനെ നമ്മുടെ മറ്റേ നസീമത്തും കൂടിയുണ്ട്. ഇതാണ് സെക്കൻഡ് പ്രൈസ് കിട്ടിയ നസീമത്ത് കുറച്ച് വൈകി വന്നു. അപ്പോൾ നസീമത്തിന് സെപ്പറേറ്റ് വീഡിയോ എടുക്കാൻ പറ്റി. മുപ്പത്തിരെ നല്ല സംസാരിക്കുന്ന ആളാട്ടോ. അപ്പോൾ അങ്ങനെ 36 കണ്ടു. ഖദീജാഷ ഉണ്ട്, പിന്നെ മക്കളുണ്ട്. അങ്ങനെ അതിനുശേഷം ഫെബി മൻസൂർ എന്ന് പറയുന്ന ആൾ. അങ്ങനെ എല്ലാവരെയും കാണാൻ പറ്റി. അതിനുശേഷം ഞാൻ ഫ്ലോറിലും എത്തി. ചേച്ചീൻ്റെ കൂടെ അടിപൊളിയൊരു എപ്പിസോഡ് കാണാം. ചേട്ടാ ലൈറ്റ് ഉണ്ടായിരുന്ന ഫ്ലോറിലേക്ക് ഒരു ഡിജിറ്റൽ കണ്ടന്റ് എടുക്കാൻ വേണ്ടിയിട്ടാ. രാജേഷാ എടാ അവിടെ സ്വിച്ച് ചെയ്തു കേട്ടോ. അതിനുശേഷം അവിടുത്തെ രാത്രി ഫുഡൊക്കെ കഴിച്ചു. ഒരുപാട് താങ്ക്സ് കേട്ടോ, ഞാനൊരു അവസരം തന്നതിന്, ഒരു പരിപാടിക്ക് വന്നതിന്. ഓക്കെ,
അങ്ങനെ വിഷ്ണുവിനോടുള്ള താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഇറങ്ങാറായി. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ ഇക്കാനോടുള്ള താങ്ക്സും കൂടി പറയട്ടെ. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എന്നെ ഇതുവരെ എത്തിച്ചതും എന്നെ കൂടെ സപ്പോർട്ട് ചെയ്തതിനും എൻ്റെ കൂടെ വരുന്നതിനും എല്ലാത്തിനും ഒരുപാട് നന്ദി. അങ്ങനെ ഒരുപാട് ഫോട്ടോസും എടുത്തു. എല്ലാം കഴിഞ്ഞ് അമൃത ടിവിയുടെ വണ്ടിയിൽ ഞങ്ങൾ ആ ബസ് സ്റ്റാൻഡിലും എത്തിച്ചു വന്നു. ബസ് 1 മണിക്കാണ്. അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. ഇതാണ് ഞാൻ ആനീസ് കിച്ചണിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തതും വിൻ ചെയ്തൊക്കെ വീഡിയോ. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരാണെങ്കിൽ കാണാം. അപ്പോൾ വീണ്ടും ഒരു വട്ടം കൂടി അമൃത ടിവിയോടും ആനീസ് കിച്ചനോടും വിഷ്ണുവിനോടും നിതീഷിനോടും ഒക്കെ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തവരും മുന്നേ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്തവരും എല്ലാവർക്കും ഒരുപാട് നന്ദി. വീണ്ടും പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം. സൈനിങ് ഔട്ട് അസ്ന സക്കീർ.